Hello students, welcome back to Plus 2 Economics Online Classroom. Part 2 Macro Economicsലെ ഒന്നാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിനൊരാമുഖം എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പ്രീവിയസ് ക്ലാസ്സുകളിലായി ഒരുപാട് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 2008 മുതൽ 2016 വർഷം വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഈ ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ 2008 പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 2 മാർക്കിനുള്ള ചോദ്യമാണ്, ശ്രദ്ധിച്ചോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 1, ക്ലാസിഫൈ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ടു 2 branches ഓഫ് ഇക്കണോമിക്സ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ 2 വിഭാഗങ്ങളിൽ പെടുത്തുക. അതായത് 2 ബ്രാഞ്ച് നമുക്കറിയാം അല്ലേ, മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്നും സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്നും പട്ടികപ്പെടുത്തുക, അതാണ് ചോദ്യം. ഓക്കെ, താഴെ ഞാൻ 4 സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട്. ABCD സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിച്ചോളൂ. സ്റ്റേറ്റ്മെന്റ് എ, റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് റെഡ്യൂസ്ഡ് ദി STD ചാർജസ് ബൈ 20% ഫ്രം നവംബർ ഓൺവേർഡ്സ്. റിലയൻസ് കമ്മ്യൂണിക്കേഷൻ STD ചാർജുകൾ നവംബർ മുതൽ 20% കുറച്ചിരിക്കുന്നു. അതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ബി നോക്കിക്കോളൂ. ദി ഗവൺമെന്റ് പ്രപ്പോസ്ഡ് ടു റെഡ്യൂസ് ദി അൺഎംപ്ലോയ്മെന്റ് ബൈ ഇൻട്രൊഡ്യൂസിംഗ് IT റിലേറ്റഡ് ഇൻഡസ്ട്രീസ്. തൊഴിലില്ലായ്മ കുറയ്ക്കുന്നതിനായി ഗവൺമെന്റ് IT അനുബന്ധ വ്യവസായങ്ങൾ തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു. ഓക്കെ, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് സി നോക്കിക്കോളൂ. RBI ഹൈക്ഡ് ദി ക്യാഷ് റിസർവ് റേഷ്യോ. റിസർവ് ബാങ്ക് ക്യാഷ് റിസർവ് റേഷ്യോ വർദ്ധിപ്പിച്ചു. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ഡി നോക്കിക്കോളൂ. മാരുതി ഉദ്യോഗ് ഡിസൈഡഡ് ടു ഇൻക്രീസ് ദി പ്രൊഡക്ഷൻ ഓഫ് ദി ബ്രാൻഡ് എസ്റ്റിലോ. മാരുതി ഉദ്യോഗ് എസ്റ്റിലോ കാറുകളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതാണ് 4 സ്റ്റേറ്റ്മെന്റുകൾ. ഈ 4 സ്റ്റേറ്റ്മെന്റുകളിൽ ഏതൊക്കെയാണ് മൈക്രോ എക്കണോമിക്സിന്റെ അണ്ടറിൽ വരുന്നത്, ഏതൊക്കെയാണ് മാക്രോ എക്കണോമിക്സിന്റെ അണ്ടറിൽ വരുന്നത്, അതാണ് നിങ്ങളോട് കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് റെഡ്യൂസ്ഡ് ദി STD ചാർജസ് ബൈ 20% ഫ്രം നവംബർ ഓൺവേർഡ്സ്. റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് STD ചാർജുകൾ നവംബർ മുതൽ 20% കുറച്ചിരിക്കുന്നു. ഇതേതാണ്? മൈക്രോ എക്കണോമിക്സിന്റെ അണ്ടറിൽ വരുന്നതാണ്, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന് കീഴിൽ വരുന്നതാണ്. എന്തുകൊണ്ടാണെന്നറിയോ? കാരണം ഒരുപാട് ടെലികമ്മ്യൂണിക്കേഷൻസ് കമ്പനികളുണ്ട് അല്ലെ, ഒരുപാട് ടെലികോം കമ്പനികളുണ്ട്. ഏതൊക്കെയുണ്ട്? റിലയൻസ് ഉണ്ട്, എയർടെൽ ഉണ്ട്, വൊഡാഫോൺ ഉണ്ട്. ഓക്കെ, അങ്ങനെ ഒരുപാട് എന്തുണ്ട്, ടെലികോം കമ്പനികളുണ്ട്. അതിലെ ഒരു ടെലികോം കമ്പനിയാണ് റിലയൻസ് എന്ന് പറഞ്ഞാൽ, റിലയൻസ് കമ്മ്യൂണിക്കേഷൻ. അവരുടെ STD ചാർജ് നവംബർ മുതൽ 20% കുറച്ചിരിക്കുന്നു. ഓക്കെ, എന്ന് വെച്ചാൽ അവിടെ ഒരുപാട് ടെലികോം കമ്പനികളിൽ നിന്ന് ഒരു ടെലികോം കമ്പനിയെ മാത്രമാണ് എടുക്കുന്നത്, ഒരു യൂണിറ്റിനെ. അതേതാണ്? യെസ്, മൈക്രോ എക്കണോമിക്സ് ആണ്, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിൽ വരുന്നതാണ്. ക്ലിയർ ആണല്ലോ? ഒന്നാമത്തേത് പഠിച്ചു. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ദി ഗവൺമെന്റ് പ്രപ്പോസ്ഡ് ടു റെഡ്യൂസ് ദി അൺഎംപ്ലോയ്മെന്റ് ബൈ ഇൻട്രൊഡ്യൂസിംഗ് IT റിലേറ്റഡ് ഇൻഡസ്ട്രീസ്. തൊഴിലില്ലായ്മ കുറയ്ക്കുന്നതിനായി ഗവൺമെന്റ് IT അനുബന്ധ വ്യവസായങ്ങൾ തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു. ഓക്കെ, ഇത് മാക്രോ എക്കണോമിക്സിന്റെ അണ്ടറിൽ വരുന്നതാണ്. അതെങ്ങനെ മനസ്സിലാക്കാമെന്ന് ശ്രദ്ധിച്ചോളൂ. ഗവൺമെന്റിനെ കുറിച്ചും ഗവൺമെന്റുമായി റിലേറ്റ് ചെയ്തു വരുന്ന കാര്യങ്ങളെ കുറിച്ചും ഒരു സ്റ്റേറ്റ്മെന്റ് വരികയാണെങ്കിൽ അതെല്ലാം ഏതിന്റെ അണ്ടറിൽ വരുന്നതായിരിക്കും? മാക്രോ എക്കണോമിക്സിന്റെ അണ്ടറിൽ വരുന്നതായിരിക്കും. എന്താണ്? ഗവൺമെന്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചോദിക്കുന്നതെങ്കിൽ അതെല്ലാം മാക്രോ എക്കണോമിക്സിന്റെ കീഴിൽ വരുന്നതായിരിക്കും. ക്ലിയർ ആണല്ലോ? ആ പോയിന്റ് ഓർത്ത് വെക്കണം.
അപ്പോൾ ബി സ്റ്റേറ്റ്മെന്റ് ഏതാണ്? മാക്രോ എക്കണോമിക്സ് ആണ്, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൽ വരുന്നതാണ്. മൂന്നാമത്തെ സി സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? RBI ഹൈക്ഡ് ദി ക്യാഷ് റിസർവ് റേഷ്യോ. RBI എന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതിനെക്കുറിച്ചെല്ലാം മാക്രോ എക്കണോമിക്സിൽ 3rd ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, സെൻട്രൽ ബാങ്കിനെ കുറിച്ചെല്ലാം പഠിക്കും. ഇപ്പൊ നിങ്ങൾ പേരൊന്ന് ഓർത്തു വെക്കുക. അപ്പോൾ എന്താണ്? RBI അവരുടെ ക്യാഷ് റിസർവ് റേഷ്യോ വർദ്ധിപ്പിച്ചു. എന്താണ് ക്യാഷ് റിസർവ് റേഷ്യോ? അതെല്ലാം അവിടെ നമ്മൾ പഠിക്കും. ഓക്കെ, ഇവിടെയും നിങ്ങൾ ശ്രദ്ധിക്കണം. RBIയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരികയാണെങ്കിൽ അതെല്ലാം എന്തിന്റെ കീഴിൽ വരുന്നതായിരിക്കും? മാക്രോ എക്കണോമിക്സിന്റെ കീഴിൽ വരുന്നതായിരിക്കും. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ്, ഇന്ത്യയുടെ സെൻട്രൽ ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, ഒരു രാജ്യത്തെ ബാങ്കുകളെ മുഴുവനായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു ബാങ്കാണ് RBI. അപ്പോൾ RBI വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അത് ഏതിന്റെ അണ്ടറിൽ വരുന്നതായിരിക്കും? മാക്രോ എക്കണോമിക്സിന്റെ അണ്ടറിൽ വരുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ. നേരത്തെ എന്തായിരുന്നു പഠിച്ചത്? ഗവൺമെന്റുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളെല്ലാം മാക്രോ എക്കണോമിക്സിന്റെ കീഴിലാണ്. അതുപോലെ RBI, ഓക്കെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് വരികയാണെങ്കിൽ അത് ഏതിന്റെ അണ്ടറിലായിരിക്കും? മാക്രോ എക്കണോമിക്സിന്റെ അണ്ടറിലായിരിക്കും. ക്ലിയർ ആണല്ലോ. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാക്രോ എക്കണോമിക്സ് ആണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് മാരുതി ഉദ്യോഗ് ഡിസൈഡഡ് ടു ഇൻക്രീസ് ദി പ്രൊഡക്ഷൻ ഓഫ് ദി ബ്രാൻഡ് എസ്റ്റിലോ. മാരുതി ഉദ്യോഗ് എസ്റ്റിലോ കാറുകളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതായത് മാരുതി കമ്പനിയെ കുറിച്ച് നിങ്ങൾക്കറിയാം. അവർ ഒരുപാട് കാറുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് കാറുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതിലൊരു ബ്രാൻഡാണ് എസ്റ്റിലോ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക സീരീസിലുള്ള കാറുകൾ. ഓക്കെ, അവര് അതിന്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നു? വർദ്ധിപ്പിക്കുന്നു. ഇവിടെ ഒരു കാറിന്റെ പ്രൊഡക്ഷൻ മാത്രമാണ് ഇൻക്രീസ് ചെയ്യുന്നത്, അല്ലെ? അവരുടെ ഒരുപാട് കാറുകളിൽ നിന്ന് ഒരു പ്രത്യേക മോഡലിന്റെ പ്രൊഡക്ഷൻ മാത്രമാണ് ഇൻക്രീസ് ചെയ്യുന്നത്. ദാറ്റ് ബിലോങ് ടു മൈക്രോ ഇക്കണോമിക്സ്. അത് എന്തിന്റെ കീഴിലാണ് വരുന്നത്? മൈക്രോ ഇക്കണോമിക്സ്, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന് കീഴിൽ വരുന്നതാണ്. ക്ലിയർ ആണല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഒരുപാട് എക്സാമ്പിളുകൾ നമ്മൾ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഇത് തന്നെ ആയിരിക്കും പല എക്സാമിനും റിപ്പീറ്റ് ചെയ്ത് റീഅറേഞ്ച് ചെയ്തൊക്കെ വരും. ഓക്കെ, ശ്രദ്ധിച്ച് കണ്ട് മനസ്സിലാക്കണം. ഓക്കെ, ആൻസർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ എ ഏതായിരുന്നു? മൈക്രോ എക്കണോമിക്സ് ആണ്. ബി മാക്രോ എക്കണോമിക്സ് ആണ്. സി മാക്രോ എക്കണോമിക്സ് ആണ്. ഡി മൈക്രോ ഇക്കണോമിക്സ് ആണ്. ക്ലിയർ ആണല്ലോ. ഇനി ശ്രദ്ധിച്ചോളൂ. 2009 പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, 2 മാർക്കിനുള്ള ചോദ്യമാണ്. സം എക്കണോമിക് വേരിയബിൾസ് ആർ ഗിവൺ ബിലോ. ക്ലാസിഫൈ ദം ഇൻ എ ടേബിൾ ബേസ്ഡ് ഓൺ 2 ബ്രാഞ്ചസ് ഓഫ് ഇക്കണോമിക്സ്. ഗിവ് സ്യൂട്ടബിൾ ടൈറ്റിൽസ് ടു ദി കോളം. ഇവിടെയും ചോദ്യം എന്താണ്? താഴെ കൊടുത്തിരിക്കുന്ന ചില വേരിയബിളുകളെ ഉചിതമായി തരംതിരിച്ച് പട്ടിക രൂപത്തിൽ എഴുതുക. അതായത് 2 ബ്രാഞ്ചുകൾ, മൈക്രോ എക്കണോമിക്സ് എന്നും മാക്രോ എക്കണോമിക്സ് എന്നും. ഓക്കെ, ഈ ഒരു ചോദ്യം എക്സാമിന് വരാൻ ചാൻസ് ഉള്ളതാണ്. ഒരുപാട് വേരിയബിൾ നമ്മൾ ഇങ്ങനെ പരിചയപ്പെടാൻ വേണ്ടി പോവാണ്. കൃത്യമായിട്ട് ഓർത്തു വെക്കണം. ഇനി ഏതൊക്കെയാണ് വേരിയബിൾ എന്ന് ഞാൻ പറയുന്നു, ശ്രദ്ധിച്ചോളൂ. ജനറൽ പ്രൈസ് ലെവൽ, പൊതുവില നിലവാരം, അഗ്രിഗേറ്റ് കൺസംഷൻ, മൊത്തം ഉപഭോഗം, റെന്റ് ഫോർ എ ഹൗസ് ഇൻ എ സിറ്റി, പട്ടണത്തിലെ ഒരു വീടിന്റെ വാടക, ഡിമാൻഡ് ഫോർ ഫിഷ് ഇൻ എ ലോക്കൽ മാർക്കറ്റ്, പ്രാദേശിക വിപണിയിലെ മത്സ്യത്തിന്റെ ചോദനം. ഓക്കെ, വേരിയബിൾസ് ഓക്കെ ആണല്ലോ. നമുക്ക് ആൻസറിലേക്ക് കടക്കാം. നിങ്ങൾ പറഞ്ഞ് ഇതിൽ ഏതൊക്കെയാണ് മൈക്രോ എക്കണോമിക്സിന്റെ അണ്ടറിൽ വരുന്നത്, ഏതൊക്കെയാണ് മാക്രോ എക്കണോമിക്സിന്റെ അണ്ടറിൽ വരുന്നത്? നമുക്ക് ആദ്യം മൈക്രോ എക്കണോമിക്സ് കാറ്റഗറൈസ് ചെയ്യാം. പറഞ്ഞേ. റെന്റ് ഫോർ എ ഹൗസ് ഇൻ എ സിറ്റി, പട്ടണത്തിലെ ഒരു വീടിന്റെ വാടക. നിങ്ങൾ നോക്കിക്കേ, ഒരു സിറ്റിയിൽ ഒരു വീട് മാത്രമാണ് ഉണ്ടാവുക? അല്ല, ഒരുപാട് വീടുകൾ ഉണ്ടായിരിക്കും. അതിൽ ഒരു വീടിന്റെ റെന്റാണ് ചോദിച്ചത്, അല്ലെ? വാടക. അതിനെക്കുറിച്ച് ഒരു എന്നൊരു വാക്ക് കണ്ടു, ഇൻഡിവിജ്വൽ യൂണിറ്റ്. അതിനെക്കുറിച്ച് പഠിക്കുന്നത് എവിടെയാ? മൈക്രോ എക്കണോമിക്സിലാണ്. ക്ലിയർ ആണല്ലോ. നിങ്ങൾ വിചാരിക്കും ഞാനിവിടെ പെട്ടെന്ന് ആൻസർ പറയുന്നുണ്ടല്ലോ എന്ന്. ബിക്കോസ്
പ്രാക്ടീസ് ആണ്. നമുക്ക് ഒരു കാര്യം കണ്ടാൽ അത് ഒറ്റയടിക്ക് അതിലെ ആൻസറിലേക്ക് എത്താൻ കഴിയും. ഏതാണ് മൈക്രോ, ഏതാണ് മാക്രോ എന്ന്. ഇത് ത്രൂ പ്രാക്ടീസിലൂടെ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകളും ഒരുപാട് വേരിയബിളുകളും നമ്മൾ പരിചയപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ? കാരണം ഈ വേരിയബിൾസ് തന്നെയായിരിക്കും വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എക്സാമിന് ചോദിക്കുക. ഓക്കെ, അപ്പോൾ നന്നായിട്ട് വേരിയബിൾസ് എടുത്ത് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. ക്ലിയർ ആണല്ലോ? അടുത്ത മൈക്രോ എക്കണോമിക്സിന് അണ്ടറിൽ വരുന്ന വേരിയബിൾ ഏതായിരിക്കും? യെസ്, ഡിമാൻഡ് ഫോർ എ ഫിഷ് ഇൻ എ ലോക്കൽ മാർക്കറ്റ്. പ്രാദേശിക വിപണിയിലെ മത്സ്യത്തിൻ്റെ ചോദനം. ഓക്കെ, അതെന്താണ്? മൈക്രോ എക്കണോമിക്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. പ്രാദേശിക വിപണി. ഓക്കെ, ലോക്കൽ മാർക്കറ്റിലെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു സെൻട്രൽ മാർക്കറ്റ് ഉണ്ടായിരിക്കും, അതിൻ്റെ താഴെ കുറെ സബ് ഡിവിഷൻ ആയിട്ടുള്ള മാർക്കറ്റുകൾ ഉണ്ടായിരിക്കും. ആ സബ് ഡിവിഷനിലെ ഒരു മാർക്കറ്റിലെ ഫിഷിന്റെ ഡിമാൻഡ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ അതെവിടെയാണ് വരിക? മൈക്രോ എക്കണോമിക്സിലാണ് വരുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി മാക്രോ എക്കണോമിക്സിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ജനറൽ പ്രൈസ് ലെവൽ, പൊതുവില നിലവാരം. ജനറൽ, അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ചില ടേമുകൾ വെച്ച് തുടങ്ങുന്ന വേരിയബിൾസ് എല്ലാം ഏതിൻ്റെ അണ്ടറിലായിരിക്കും വരിക? മാക്രോ എക്കണോമിക്സ്. അതിലെ ഒരു ടേമാണ് ജനറൽ, അല്ലെ? പൊതുവില നിലവാരം മാക്രോ എക്കണോമിക്സ് ആണ്. ദെൻ അഗ്രഗേറ്റ് കൺസംഷൻ, മൊത്തം ഉപഭോഗം. അഗ്രഗേറ്റ് എന്നൊരു കീ ടേം അവിടെയുണ്ട്. അഗ്രഗേറ്റ് എന്ന് പറഞ്ഞാൽ മൊത്തം എന്നാണ് അർത്ഥം. ഓക്കെ, ആ ഒരു ടേം വന്നു കഴിഞ്ഞാൽ അത് ഏതിൻ്റെ അണ്ടറിൽ വരുന്നതായിരിക്കും? മാക്രോ എക്കണോമിക്സ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കിക്കോളൂ. റീഡ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് കെയർഫുള്ളി. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിക്കുക. 2 സ്റ്റേറ്റ്മെന്റുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2. പ്രസ്താവന 1, പ്രസ്താവന 2. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് 1 ശ്രദ്ധിച്ചോളൂ. സത്യം കമ്പ്യൂട്ടേഴ്സ് ലിമിറ്റഡ് ഡിസൈഡഡ് ടു ഇൻട്രൊഡ്യൂസ് എ വേജ് കട്ട് ഓഫ് 10% for the laborers in the company in November 2008. പ്രസ്താവന 1 ശ്രദ്ധിച്ചോളൂ. സത്യം കമ്പ്യൂട്ടേഴ്സ് കമ്പനി നവംബർ 2008 കമ്പനിയിലെ തൊഴിലാളികളുടെ വേതനം 10% വെട്ടിക്കുറയ്ക്കാൻ തീരുമാനിച്ചു. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് 2. രണ്ടാമത്തെ പ്രസ്താവന നോക്കിക്കോളൂ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ്ഡ് എ ന്യൂ ക്രെഡിറ്റ് പോളിസി ഫോർ ദി ഇക്കണോമി ഇൻ ദി മന്ത് ഓഫ് ഒക്ടോബർ 2008. 2008 ഒക്ടോബർ മാസത്തിൽ ഇന്ത്യയിലെ റിസർവ് ബാങ്ക് സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു പുതിയ വായ്പാ നയം പ്രഖ്യാപിച്ചു. ഇത് രണ്ടുമാണ് സ്റ്റേറ്റ്മെന്റ്സ്, 2 പ്രസ്താവനകൾ. ഇനി നമ്മുടെ ചോദ്യം എന്താണ്? ഇൻ വിച്ച് ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ് ഡു യു ഇൻക്ലൂഡ് ദി സ്റ്റേറ്റ്മെന്റ് ആൻഡ് വൈ? ഈ 2 കാര്യങ്ങളെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഏതെല്ലാം ശാഖകളിൽ നിങ്ങൾ ഉൾപ്പെടുത്തും, എന്തുകൊണ്ട് എന്ന് വ്യക്തമാക്കുക. ക്ലിയർ ആണല്ലോ? ഇവിടെയും ചോദ്യം എന്താണ്? ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് മൈക്രോ എക്കണോമിക്സ്, ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് മാക്രോ എക്കണോമിക്സ്? അത്രേ ഉള്ളൂ ചോദ്യം. നിങ്ങൾ പറഞ്ഞ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? യെസ്, ബിലോങ്സ് ടു മൈക്രോ ഇക്കണോമിക്സ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മൈക്രോ എക്കണോമിക്സ്, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന് കീഴിൽ വരുന്നതാണ്. എന്തുകൊണ്ടാണ്? സത്യം കമ്പ്യൂട്ടേഴ്സ് ലിമിറ്റഡ്. ഓക്കെ, ഇന്ത്യയിൽ ഒരുപാട് IT കമ്പനികളുണ്ട്. വിപ്രോ ഉണ്ട്, TCS, ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, HCL, ഇൻഫോസിസ്, അങ്ങനെ ഒരുപാട് IT കമ്പനികൾ ഇന്ത്യയിലുണ്ട്. അതിലെ ഒരു IT കമ്പനിയാണ് സത്യം കമ്പ്യൂട്ടർ ലിമിറ്റഡ്. അവര് 2008 വർഷത്തിൽ അവരുടെ എംപ്ലോയീസിന്റെ, അവരുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന്റെ വേജ് 10% കട്ട് ചെയ്യാൻ തീരുമാനിച്ചു. 10% വെട്ടിക്കുറയ്ക്കാൻ തീരുമാനിച്ചു. ഇറ്റ് ഈസ് ബിലോങ് ടു മൈക്രോ എക്കണോമിക്സ്. ഒരുപാട് IT കമ്പനികളിലെ ഒരു IT കമ്പനിയാണ് സത്യം കമ്പ്യൂട്ടർ. എന്ന് വെച്ചാൽ മൈക്രോ എക്കണോമിക്സ് ആണ്. ക്ലിയർ ആണല്ലോ? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. അത് നമുക്ക് കണ്ണും പൂട്ടി എന്ത് ചെയ്യാം? പറയാം, മാക്രോ എക്കണോമിക്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റുകളും ഏതിൻ്റെ അണ്ടറിലായിരിക്കും?
മാക്രോ എക്കണോമിക്സിന്റെ അണ്ടറിലായിരിക്കും. ക്ലിയർ ആണല്ലോ? RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ക്ലിയർ ആണല്ലോ? ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് 2009 സേ എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 2 മാർക്കിനുള്ള ചോദ്യമാണ്. ഇൻ എ സെമിനാർ ഓൺ ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സ് എ ഗ്രൂപ്പ് ലീഡർ പ്രസന്റഡ് ദി ഡെഫിനിഷൻ ആസ് ഫോളോസ്. സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചുള്ള നിർവചനത്തിന്റെ സെമിനാറിൽ ഒരു ഗ്രൂപ്പിന്റെ മേധാവി സാമ്പത്തിക ശാസ്ത്രത്തെ ഇപ്രകാരം നിർവചിച്ചു. ദാറ്റ് ഈസ്, economics is on the one side a study of wealth and on the other side study of man. ഒരു വശത്ത് സമ്പത്തിനെയും മറുവശത്ത് മനുഷ്യനെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ് സാമ്പത്തിക ശാസ്ത്രം. ഇതാണ് ഒരു ഗ്രൂപ്പ് പ്രസന്റ് ചെയ്തതിൽ അവരുടെ ലീഡർ പറഞ്ഞ കാര്യം. ഓക്കെ, സ്റ്റേറ്റ് ദി കറക്റ്റ് ഡെഫിനിഷൻ, സ്റ്റേറ്റ് ദി നെയിം ഓഫ് ദി ഇക്കണോമിസ്റ്റ്. ഈ നിർവചനം യഥാർത്ഥ രൂപത്തിൽ വ്യക്തമാക്കുക. ഈ നിർവചനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഇവിടെ വെൽത്ത് എന്നൊരു ടേം കേട്ടോ നിങ്ങൾ? എക്കണോമിക്സ് ഈസ് ഓൺ ദി വൺ സൈഡ് എ സ്റ്റഡി ഓഫ് വെൽത്ത്. ഒരു വശത്ത് സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം. വെൽത്ത് ഡെഫിനിഷൻ ആരാണ് കൊണ്ടുവന്നിട്ടുള്ളത്, ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ആഡം സ്മിത്ത് ആണ്. അദ്ദേഹത്തിന്റെ പബ്ലിക്കേഷന്റെ പേരെന്തായിരുന്നു? ആൻ എൻക്വയറി ഇൻ ടു ദി നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ്. രാഷ്ട്രങ്ങളുടെ സമ്പത്തിന്റെ പ്രകൃതത്തിലേക്കും കാരണങ്ങളിലേക്കുമുള്ള ഒരു അന്വേഷണം. 1776 അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. ക്ലാസിഫൈ ദി ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ടു 2 ബ്രാഞ്ചസ് ഓഫ് ഇക്കണോമിക്സ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ 2 ശാഖകളായി തരംതിരിച്ച് എഴുതുക. ഇവിടെയും മൈക്രോ എക്കണോമിക്സ് എന്നും മാക്രോ എക്കണോമിക്സ് എന്നും തരംതിരിച്ച് പട്ടികപ്പെടുത്തി എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതുപോലെയുള്ള പാറ്റേണിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇപ്പോഴും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഡിസ്കസ് ചെയ്യാൻ ഉണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവേണ്ട കാര്യം എന്താണ്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. വളരെ സിമ്പിൾ ആണ്. ഒരുപാട് വേരിയബിൾസ് നമുക്ക് പഠിക്കുകയും ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഒന്നാമത്തെ വേരിയബിൾ നോക്കിക്കോളൂ. ഫേംസ് ഡിസിഷൻ അബൌട്ട് ഹൗ മച്ച് ടു ഇൻവെസ്റ്റ്. എത്ര കണ്ട് നിക്ഷേപിക്കണമെന്ന ഉൽപാദനശാലയുടെ തീരുമാനം. ബി നോക്കിക്കോളൂ. ഗവൺമെന്റ് ഹാസ് അഡോപ്റ്റഡ് ഡിവാലുവേഷൻ ടു ഓവർകം ഡെഫിസിറ്റ് ഇൻ ബാലൻസ് ഓഫ് പേയ്മെന്റ്. ബാലൻസ് ഓഫ് പേയ്മെന്റ്സിലെ കമ്മി ഇല്ലാതാക്കാൻ ഗവൺമെന്റ് കറൻസിയുടെ മൂല്യത്തെ കുറച്ചു. സി നോക്കിക്കോളൂ. RBI ഹാസ് ഇൻക്രീസ്ഡ് ക്യാഷ് റിസർവ് റേഷ്യോ ടു കൺട്രോൾ ഇൻഫ്ലേഷൻ. നാണയപ്പെരുപ്പത്തെ നിയന്ത്രിക്കുവാൻ കേന്ദ്ര ബാങ്ക് ക്യാഷ് റിസർവ് റേഷ്യോ വർദ്ധിപ്പിച്ചു. ഡി നോക്കിക്കോളൂ. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ലക്ഷറി ഗുഡ് ഈസ് ഇലാസ്റ്റിക്. ആഡംബര വസ്തുക്കളുടെ വില ഇലാസ്തികത അധികമാണ്. ക്ലിയർ ആണല്ലോ? ഈ 4 സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ട്, കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് മൈക്രോ, ഏതൊക്കെയാണ് മാക്രോ? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ പറഞ്ഞേ. ഫസ്റ്റ് നമുക്ക് മൈക്രോ എക്കണോമിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ഫേംസ് ഡിസിഷൻ അബൌട്ട് ഹൗ മച്ച് ടു ഇൻവെസ്റ്റ്. എത്ര കണ്ട് നിക്ഷേപിക്കണമെന്ന ഉൽപാദനശാലയുടെ തീരുമാനം. ഇത് മൈക്രോ എക്കണോമിക്സിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഒരു ഫേം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഫേം എന്താണ്, ഇൻഡസ്ട്രി എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ഫേമുകൾ കൂടി ചേർന്നിട്ടാണ് ഇൻഡസ്ട്രി ഉണ്ടാകുന്നത്. ഓക്കെ, അത് നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. ഒരുപാട് ഫേമുകൾ കൂടി ചേർന്നിട്ടാണ് ഒരു ഇൻഡസ്ട്രി ഉണ്ടാകുന്നത്. അതിൽ ഒരു ഫേം എന്ത് ചെയ്യുന്നു? അവർ എത്ര ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു, ഡിസൈഡ് ചെയ്യുന്നു. ദാറ്റ് ഇസ് ബിലോങ് ടു മൈക്രോ ഇക്കണോമിക്സ്. ഇനി ബി സ്റ്റേറ്റ്മെന്റ് ഏതായിരിക്കും? ഒറ്റയടിക്ക് നിങ്ങൾക്കത് പറയാൻ പറ്റും. ഏതാ? മാക്രോ എക്കണോമിക്സ് ആണ്. എന്തുകൊണ്ടാ? ഗവൺമെന്റ് എന്നൊരു വാക്ക് വന്നു അല്ലെ? ഗവൺമെന്റിനെ കുറിച്ചും ഗവൺമെന്റുമായി അനുബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെ കുറിച്ചും പഠിക്കുന്നത് എവിടെയാണ്? മാക്രോ എക്കണോമിക്സിലാണ്. ഓർത്തു വെക്കണം, അതൊരു കീ
പോയിന്റ് ആണ്. അപ്പോൾ ബി സ്റ്റേറ്റ്മെന്റ് മാക്രോ എക്കണോമിക്സ് ആണ്, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന് കീഴിൽ വരുന്നതാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? അതും നമുക്ക് പെട്ടെന്ന് പറയാം. RBI എന്നൊരു ടേം അവിടെ വന്നു, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഞാൻ നേരത്തെ പറഞ്ഞു RBI കുറിച്ച് വരുന്ന സ്റ്റേറ്റ്മെന്റുകളെല്ലാം മാക്രോ എക്കണോമിക്സിന്റെ അണ്ടറിൽ വരുന്നതായിരിക്കും. അപ്പോൾ തേർഡ് സ്റ്റേറ്റ്മെന്റ് ബിലോങ് ടു മാക്രോ എക്കണോമിക്സ്, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന് കീഴിൽ വരുന്നതാണ്. ഡി നോക്കിക്കേ, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ലക്ഷറി ഗുഡ് ഈസ് ഇലാസ്റ്റിക്. ആഡംബര വസ്തുക്കളുടെ വില ഇലാസ്തികത അധികമാണ്. ഇതേതാണ്? മൈക്രോ എക്കണോമിക്സിലാണ്. എങ്ങനെ മനസ്സിലാകുന്നറിയോ? സിമ്പിൾ ആണ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റിയെ കുറിച്ച് നമ്മൾ പഠിച്ചത് മൈക്രോ എക്കണോമിക്സിലാണോ മാക്രോ എക്കണോമിക്സിലാണോ? ഓഫ് കോഴ്സ് മൈക്രോ എക്കണോമിക്സിലാണ്. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെ ഇത് കണ്ടുപിടിക്കാം എന്നുള്ളതിന് ഏറ്റവും എളുപ്പത്തിലുള്ള മറ്റൊരു വഴിയാണ് മൈക്രോ എക്കണോമിക്സിൽ ഈ വർഷം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ഈ പാറ്റേണിലുള്ള ചോദ്യങ്ങളിൽ വേരിയബിൾസ് ആയിട്ട് വരിക. അതുപോലെ മാക്രോ എക്കണോമിക്സിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളായിരിക്കും മാക്രോ എക്കണോമിക്സിന്റെ വേരിയബിൾസിൽ ഇവിടെ വരിക. ക്ലിയർ ആണല്ലോ? അപ്പോൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റിയെ കുറിച്ച് നമ്മൾ എവിടെ പഠിച്ചത്? മൈക്രോ എക്കണോമിക്സിൽ ആയിരുന്നു. ക്ലിയർ ആണല്ലോ? ഇനി 2010 മാർച്ചിലെ പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 3 മാർക്കിനുള്ള ചോദ്യമായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 6. ക്ലാസിഫൈ ദി ഫോളോയിങ് ഇക്കണോമിക് വേരിയബിൾസ് അണ്ടർ സ്യൂട്ടബിൾ ഹെഡ്സ്. താഴെ തന്നിരിക്കുന്ന വേരിയബിളിനെ പട്ടികപ്പെടുത്തുക, അനുയോജ്യമായ തലക്കെട്ട് നൽകുക. ഓക്കെ, ഇവിടെയും മൈക്രോ എക്കണോമിക്സ് മാക്രോ എക്കണോമിക്സ് കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വേരിയബിൾസ് ഏതൊക്കെയാണെന്ന് നോക്കിക്കോളൂ. ഇന്റർനാഷണൽ ട്രേഡ്, അന്താരാഷ്ട്ര വാണിജ്യം അല്ലെങ്കിൽ അന്താരാഷ്ട്ര വ്യാപാരം, പ്രൈസ് തിയറി, വില സിദ്ധാന്തം, ഇക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ച, പാർഷ്യൽ ഇക്വിലിബ്രിയം, ഭാഗിക സന്തുലിതാവസ്ഥ, അഗ്രഗേറ്റ് ഡിമാൻഡ്, മൊത്തം ചോദനം, അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്, വിഭവങ്ങളുടെ വിനിയോഗം. ഓക്കെ, ഇത്രയാണ് ഇക്കണോമിക് വേരിയബിൾസ്. ക്ലിയർ ആണല്ലോ? നിങ്ങൾ പറഞ്ഞ് ഇതിൽ ഏതൊക്കെയാണ് മൈക്രോ എക്കണോമിക്സിൽ വരുന്നത്, ഏതൊക്കെയാണ് മാക്രോ എക്കണോമിക്സിൽ വരുന്നത്? ആദ്യം നമുക്ക് മൈക്രോ എക്കണോമിക്സ് എടുക്കാം. പറഞ്ഞേ. യെസ്, പ്രൈസ് തിയറി, വില സിദ്ധാന്തം. എന്തുകൊണ്ടാ? കാരണം മൈക്രോ എക്കണോമിക്സിന് പറയുന്ന മറ്റൊരു പേരാണ് പ്രൈസ് തിയറി, അല്ലേ? രണ്ടാമത്തേത് ഏതാണ്? പാർഷ്യൽ ഇക്വിലിബ്രിയം, ഭാഗിക സന്തുലിതാവസ്ഥ വിശകലനം. ദെൻ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്, വിഭവങ്ങളുടെ വിനിയോഗം. നമ്മൾ പഠിച്ചില്ലായിരുന്നോ? വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. എന്തുൽപാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഓക്കെ, ഈ 3 സെൻട്രൽ ഇക്കണോമിക് പ്രോബ്ലംസ്, അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പഠിച്ച സമയത്ത് അവിടെ ആയിരുന്നു നമ്മൾ എന്ത് പഠിച്ചത്? വിഭവങ്ങളുടെ വിനിയോഗം, അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്, അത് പഠിച്ചത് അല്ലേ? അതെവിടെയാണ് നമ്മൾ പഠിച്ചത്? മൈക്രോ എക്കണോമിക്സിലാണ് അല്ലേ? അതുകൊണ്ട് ഈ ഒരു എക്കണോമിക് വേരിയബിൾ മൈക്രോ എക്കണോമിക്സിന്റെ അണ്ടറിൽ വരുന്നതാണ്. 3 എണ്ണം പഠിച്ചു. ഇനി മാക്രോ എക്കണോമിക്സിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ഇന്റർനാഷണൽ ട്രേഡ്, അന്താരാഷ്ട്ര വ്യാപാരം അല്ലെങ്കിൽ അന്താരാഷ്ട്ര വാണിജ്യം. ഇന്റർനാഷണൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു രാജ്യത്തെ മുഴുവനായിട്ടാണ് അല്ലെ ഇന്റർനാഷണൽ. ക്ലിയർ ആണല്ലോ? അത് ഏതിന് അണ്ടറിൽ വരുന്നതാണ്? മാക്രോ. സെക്കൻഡ്, ഇക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ചയെ കുറിച്ച് പഠിക്കുന്നത് മാക്രോ എക്കണോമിക്സിലാണ്. തേർഡ്, അഗ്രഗേറ്റ് ഡിമാൻഡ്, മൊത്തം ചോദനം. അഗ്രഗേറ്റ് എന്നൊരു ടേം വന്നു കഴിഞ്ഞാൽ അത് മാക്രോ എക്കണോമിക്സിന്റെ അണ്ടറിൽ വരുന്നതാണ്. ക്ലിയർ ആണല്ലോ?